നമസ്കാരം. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തുടർന്ന് വലിയ തോതിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ടെത്തി. ഏകദേശം 780 കോടി രൂപയോളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെത്തി. അത് കൃത്യമായി ദുരന്ത ബാധിതർക്ക് വേണ്ടി ചിലവഴിച്ചില്ല എന്നുള്ള വലിയ വിമർശനം ഉണ്ടാവുകയാണ്. അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി ദേശാഭിമാനിയുടെ ബാനറിൽ ഒരു പെൺകുട്ടി വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട ഒരു വീഡിയോ ആണ്. പക്ഷെ തികച്ചും വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളാണ് ആ പെൺകുട്ടി പറയുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെളിവാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ആ പെൺകുട്ടി പറയുന്ന ആദ്യത്തെ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കാം. ഇതിന്റെ ഒക്കെ കണക്ക് പരിശോധിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ആ പറഞ്ഞ 780 കോടി എന്ത് ചെയ്തെന്നുള്ളത്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ പാവങ്ങൾക്ക് വേണ്ടി വയനാട്ടിലെ MP-യും കേന്ദ്രവും എന്ത് ചെയ്തു? $780 കോടി രൂപ എന്ത് ചെയ്തു? ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നെല്ലാമാണ് ഈ പെൺകുട്ടി പറയുന്നത്. അത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇതുപോലെ പച്ച കള്ളം പറയുന്നവർക്ക് ദൃഷ്ടാന്തമോ ദൃഷ്ടിയോ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അന്ധന്മാരാൽ നയിക്കപ്പെടുന്ന ഒരാളുകൾ, അന്ധമായി തങ്ങളുടെ പ്രസ്ഥാനത്തെ വിശ്വസിക്കുന്ന ആളുകൾ അന്ധമായിട്ട് എന്തും വിശ്വസിക്കും എന്നുള്ള ആ ഒരു ധൈര്യം കൊണ്ട് തന്നെയാണ് നിങ്ങളിങ്ങനെ പറയുന്നത്. ആ തുക നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കൃത്യമായിട്ട് ഈ ദുരന്തബാധിതർക്ക് വേണ്ടി ചെലവഴിക്കപ്പെട്ടിട്ടില്ല എന്നത് തന്നെയാണ് സത്യം. എന്തായാലും നമുക്ക് അതിനെക്കുറിച്ച് മറ്റൊരു കാര്യം കൂടി പെൺകുട്ടി എന്താണ് പറയുന്നതെന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ ഈ പെൺകുട്ടി പറയുന്ന ഒരു കള്ളത്തരം ഇതാണ്. 6 ലക്ഷം രൂപ വീതം സംസ്ഥാന സർക്കാർ മരണപ്പെട്ട ആളുകളുടെ അവകാശികൾക്ക്, ബാക്കി ജീവിച്ചിരിക്കുന്ന പൂർണ്ണമായിട്ട് മരണപ്പെട്ട ആളുകളുടെ ബാക്കി ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക്, അവരുടെ അവകാശികൾക്ക് സംസ്ഥാന സർക്കാർ നൽകി എന്നാണ്. വലിയ ഒരു നുണയാണിത്. ഇതിലൊരു അടിസ്ഥാനപരമായിട്ട് ഈ കുട്ടിക്ക് അറിയാത്തതാണോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് മറച്ചു വെച്ചതാണോ എന്നുള്ളൊരു കാര്യമുണ്ട്. 6 ലക്ഷം രൂപയല്ല, മരിച്ച ആളുകളുടെ ബന്ധുക്കൾക്ക്, ബാക്കിയുള്ള ജീവിച്ചിരിക്കുന്ന ബന്ധുക്കൾക്ക്, അവരുടെ അവകാശികൾക്ക്, അവരുടെ നോമിനികൾക്ക് കൊടുത്ത തുക 8 ലക്ഷം രൂപയാണ്. ഈ 8 ലക്ഷം രൂപയിൽ 4 ലക്ഷം രൂപ CMDRF-ൽ നിന്നാണ്, SDRF-ൽ നിന്നാണ്. CMDRF-ൽ നിന്നല്ല, SDRF-ൽ നിന്നാണ്. 2 ലക്ഷം രൂപ CMDRF-ൽ നിന്നാണ്. 2 ലക്ഷം രൂപ PMNDRF-ൽ നിന്ന്. അതായത് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ, കേന്ദ്ര സഹായമായി സംസ്ഥാനങ്ങൾക്ക് ദുരന്തങ്ങളെ നേരിടാൻ ഉപയോഗിക്കുന്ന ഒരു തുകയുണ്ട് SDRF. ആ SDRF-ൽ നിന്ന് 4 ലക്ഷം രൂപ. അതാണ് എന്തായാലും ഈ കുട്ടി പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക കേട്ടോ. ചെലവഴിച്ചത്. പിന്നെ മരിച്ചവരുടെ ആശ്രിതർക്ക് സാധാരണ 4 ലക്ഷമാണ് കൊടുക്കാറുള്ളത്. പക്ഷെ ഇവിടെ 6 ലക്ഷം രൂപ കൊടുത്തു. കൂടാതെ ആളുകളുടെ ചികിത്സാ ചെലവുകളും മറ്റു ചെലവുകളും എല്ലാം സർക്കാർ തന്നെയാണ് വഹിച്ചത്. പിന്നെ ക്യാമ്പുകളിൽ നിന്നും ഈ ആളുകളെ വാടക കെട്ടിടങ്ങളിലേക്ക് മാറ്റി. അവർക്കിപ്പോഴും സർക്കാർ വാടക കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 6000 രൂപ വീതമാണ്. ഇതിന്റെ ഒക്കെ കണക്ക് പരിശോധിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ആ പറഞ്ഞ 780 കോടി എന്ത് ചെയ്തെന്നുള്ളത്. ചിന്തിക്കുന്ന പച്ചക്കള്ളമല്ലേ ഈ പെൺകുട്ടി പറയുന്നത്? നോക്ക് അല്ലേ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. 8 ലക്ഷം രൂപ കൊടുക്കുന്നു. അതിൽ കേന്ദ്രം എന്തു ചെയ്യുന്നു, എന്ത് കൊടുത്തു എന്ന് ആദ്യം പറയുന്നില്ലേ. പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രി 2 ലക്ഷം രൂപ, 4 ലക്ഷം രൂപ കൊടുക്കുന്നത് SDRF-ൽ നിന്ന്. അത് പ്രകാരം ഈ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് 6 ലക്ഷം രൂപയും കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. CMDRF-ലേക്ക് ലഭിച്ചത് 770 കോടി 76 ലക്ഷം രൂപയാണ്. അതിൽ 351 കോടി രൂപ ഉപയോഗിച്ച് ടൗൺഷിപ്പ് വരികയാണ്. അതിന്റെ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. അതിന്റെ ആദ്യഘട്ടം ഡിസംബർ ജാനുവരി മാസം കൊണ്ട് പൂർത്തീകരിക്കും. 402 CMDRF-ലെ തുക വിനിയോഗിച്ചുകൊണ്ടാണ് ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത്. പുനരധിവാസത്തിന് വേണ്ടി ദുരന്തബാധിതർക്കുള്ള ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത് CMDRF-ൽ നിന്നുള്ള പണം കൊണ്ടാണെന്നുള്ള പച്ച നുണയാണ് ഇവർ പറയുന്നത്. അതിനിടയിൽ ഇവർ സാസ്കി ഫണ്ടിനെ കുറിച്ച് പറയുന്നത് നമ്മുടെ മെയ് 18, കഴിഞ്ഞ മാസം മെയ് 18-ാം തീയതി വയനാട് ജില്ലാ കളക്ടറുടെ ഒരു പത്രക്കുറിപ്പുണ്ട്. OR കേളു മന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് പത്രക്കുറിപ്പ് ഇറക്കിയത്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, തീവ്ര ദുരന്തങ്ങൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന തുകയായിട്ടുള്ള സാസ്കി ഫണ്ടിൽ നിന്നും 373 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു. അതിൽ 113 കോടി രൂപ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ നിർദ്ദിഷ്ട ടൗൺ പ്ലാനിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണെന്ന്. അതായത് 402 വീടുകളാണ് ഇതുവരെ അവര് ഗവൺമെന്റ് കൊടുക്കാമെന്ന് പറയുന്നത്. ഒപ്പം അതിന് ഒരു 48 വീടുകൾക്കും കൂടി അഡീഷണൽ ആയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ജില്ലാ ഭരണകൂടം. അത് പ്രകാരം 450 വീട്. ഈ 113 കോടി രൂപ
450 വീടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കൂ 24.73 കോടി രൂപയോളം വരുന്നുണ്ട്. അത് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നു. മാത്രമോ അവിടെ റോഡുകൾ, മറ്റനുബന്ധ സ്ഥാപനങ്ങൾ, അതിലേക്ക് 67 കോടി രൂപ വേറെ കൊടുക്കുന്നു. 13 കോടി രൂപ അവിടെ സബ്സ്റ്റേഷൻ നിർമ്മിക്കാൻ കൊടുക്കുന്നു. അങ്ങനെ ഓരോ ഹെലിപ്പാഡ് നിർമ്മിക്കാനുള്ള പണം വരെ അവിടെ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നു. കൃത്യമായിട്ട് സാസ്കി ഫണ്ട് അത് കൃത്യമായിട്ട് നമ്മുടെ ജില്ലാ കളക്ടർ പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. വയനാട് ജില്ലാ കളക്ടർ. നമ്മൾ ആരും വെറുതെ വിടുവായത്തരം പറയുന്നതല്ല. അപ്പോൾ CMDRF നിന്നാണ് ഈ പണം, അവിടെയുള്ള ടൗൺഷിപ്പിന് വേണ്ട പണം ഇറക്കുന്നത് എന്നുള്ളത് പച്ചക്കള്ളമല്ലേ? അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, അവിടെ ഓരോ ചികിത്സയ്ക്ക് കൊടുത്തത് SDRF നിന്നാണ്. ആളുകളുടെ ദുരിതാശ്വാസ മറ്റ് പ്രവർത്തനങ്ങൾക്ക് താൽക്കാലിക റെസിഡൻസ് ഒരുക്കാൻ, അതായത് താൽക്കാലിക പുനരധിവാസത്തിന് കൊടുത്ത പണം, രക്ഷാപ്രവർത്തനത്തിനുള്ള പണം, ഇതെല്ലാം SDRF നിന്നാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അനക്കിയിട്ടില്ല. ഏതാണ്ട് നാമമാത്രമായിട്ടുള്ള പണം മാത്രമാണ് അതിൽ നിന്ന് ഈ ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. അത് തന്നെ അവിടെ ദുരന്തബാധിതരെ പറ്റിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 30 കോടി രൂപയ്ക്കടുത്ത് മാത്രമാണ് അവിടെ കടബാധ്യത അവിടെയുള്ള ആളുകൾക്ക്. ഈ ദുരന്തബാധിതർ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞാനടക്കമുള്ള ആളുകൾ അവിടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരും, ബാങ്ക് ഉദ്യോഗസ്ഥരെയും മന്ത്രിമാരെ എല്ലാവരെയും കണ്ടിരുന്നു. അന്ന് ഞങ്ങളോട് റിസർവ് ബാങ്ക് റീജിയണൽ മാനേജർ അടക്കമുള്ള ആളുകൾ, LDO അടക്കമുള്ള ആളുകൾ എല്ലാവരും ഞങ്ങളോട് പറഞ്ഞത് കേന്ദ്ര സർക്കാർ ഇത് എഴുതി തള്ളാൻ സാധ്യത കുറവാണ്. കാരണം രാജ്യത്തിന്റെ ഏത് പ്രദേശത്ത് തന്നെ ഇത്തരം ഒരു വ്യക്തിപരമായിട്ടൊരു കാഷ്വാലിറ്റി സംഭവിച്ചാൽ പോലും ലോൺ എഴുതി തള്ളണമെന്നുള്ള ആവശ്യം വരുന്നത് കൊണ്ട് അത് ബാങ്കുകളുടെ നിലനിൽപ്പിനെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് അതിന് സാധ്യതയില്ല എഴുതി തള്ളാൻ. പക്ഷെ ഇതിൽ ചെയ്യാവുന്നത്, ഞങ്ങൾക്ക് ഈ പ്രദേശത്തെ കുറിച്ച് നല്ല സങ്കടമുണ്ട്, ഞങ്ങൾക്കും അനുഭാവപൂർവ്വം ഇവരോട് പെരുമാറണമെന്നുണ്ട്, അതുകൊണ്ട് തന്നെ പലിശ എഴുതി തള്ളാൻ ഞങ്ങൾ തയ്യാറാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ബാക്കി പണം, പലിശ 7 കോടി രൂപ വരും. ബാക്കി ഒരു 22 കോടിയോളം രൂപയുണ്ട്. ആ 22 കോടിയോളം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അതിന്റെ മുതൽ അടയ്ക്കുകയാണെങ്കിൽ പലിശ ഞങ്ങൾ എഴുതി തള്ളാമെന്ന്. ഈ 780 കോടിയിൽ നിന്ന് കേവലം 22 കോടി രൂപ എടുത്ത് അടയ്ക്കുകയാണെങ്കിൽ ഈ ജനങ്ങളുടെ കടബാധ്യത മൊത്തം ഈ 3 വാർഡിലെ 10, 11, 12 വാർഡുകൾ, എടപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിലെ ഒരു 70% പ്രദേശത്താണ് ഈ ഉരുൾപൊട്ടൽ ബാധിച്ചത്. അവിടെയുള്ള ഈ മുഴുവൻ ആളുകൾ, ആ വാർഡിലെ മുഴുവൻ ആളുകളും ഇതിന്റെ കെടുതികൾ അനുഭവിച്ചു. മാത്രമല്ല തൊട്ടടുത്ത വാർഡിൽ പോലും, 9ാം വാർഡിൽ പോലും ഇതിന്റെ കെടുതികൾ അനുഭവിച്ചിട്ടുണ്ട്. ഈ ആളുകളുടെ ഒരു വായ്പ തിരിച്ചടവിന് സാധ്യമല്ലാത്ത വിധം ഇവർ തകർന്നിട്ടുണ്ട്. ഈ പലിശ വായ്പ അടയ്ക്കുവാൻ ഗവൺമെന്റിന് ഒരു രോമം പറിച്ചു കളയുന്ന ഒരു ലാഘവത്തോടു കൂടി അത് ചെയ്യാൻ കഴിയും. കാരണം 780 കോടിയിൽ നിന്ന് 22 കോടി രൂപ അടച്ചാൽ മതി. അതുപോലും ചെയ്യാൻ തയ്യാറാകുന്നില്ല. അതിനും അപ്പുറത്താണ്, നോക്കൂ, 15 പേർക്ക് ഇത് നേട്ടമായിട്ട് പറയുകയാണ്. അതായത് 107 പേർക്ക് 15 കോടി രൂപ പ്രകാരം, 15 ലക്ഷം രൂപ പ്രകാരം ഏകദേശം 16 കോടിക്കടുത്ത് ഇവർ കൊടുത്തിട്ടുണ്ടെന്നുള്ള വലിയ അഭിമാനത്തോടു കൂടി പറയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു വീടിന് ഈ സ്പോൺസർമാർ, പല സ്പോൺസർ, ഡിവൈഎഫ്ഐ പറഞ്ഞ സംഘടന തന്നെ 100 വീടുകൾക്കുള്ള പണം പിരിച്ച് CMDRF അടച്ചിട്ടുണ്ട്. അതുപോലെ പല ആളുകൾക്കും നിങ്ങൾ ആലോചിച്ചു, പല സന്നദ്ധ സംഘടനകളും പണം കൊടുത്തിട്ടുണ്ട്. 20 ലക്ഷം രൂപയാണ് ഒരു വീടിന് ഒരു സന്നദ്ധ സംഘടനയിൽ നിന്ന് ഈടാക്കുന്നത്. പക്ഷേ ഞങ്ങൾ സ്വന്തം നിലയ്ക്ക് പുനരധിവാസം കണ്ടെത്താം എന്ന് പറയുന്ന ആളുകളോട് ഗവൺമെന്റ് പറയുന്നത് നിങ്ങൾക്ക് 15 ലക്ഷം രൂപയോ തരികയുള്ളെന്ന്. 20 ലക്ഷം രൂപ അവരുടെ പേരിൽ ഇവിടെ വാങ്ങി വെച്ചിട്ട് അവർക്ക് കൊടുക്കുന്നത് 15 ലക്ഷം രൂപ. ഇത് നീതിയാണോ എന്നാണ് ആലോചിക്കേണ്ടത്. ഇത് നീതിയാണോ? ഏസ്റ്റേൺ എസ്റ്റേറ്റിൽ ഏകദേശം 130-160 ഏക്കറിനടുത്ത് എടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ വേണ്ടി വരുന്നത് 70. എത്ര ലാവിഷായി ചെലവഴിച്ചാലും അവിടെ വേണ്ടി വരിക ഒരു 70 ഏക്കറിന്റെ താഴെ മാത്രമാണ്. ബാക്കിയുള്ള ഭൂമി എന്ത് ചെയ്യാൻ പോകുന്നു ഇവര് കൃത്യമായിട്ട് പറയണ്ടേ? അവിടെ നോ ഗോ സോൺ കടന്നു പോകേണ്ട ആളുകൾ, അവരെ എന്ത് ചെയ്യും? അവർക്കൊരു പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരുന്നു, ആയിട്ടില്ല. എല്ലാ അർത്ഥത്തിലും ഗവൺമെന്റ് എന്തോ ഈ ശത്രുക്കളോട് പോലെ പെരുമാറുന്നുണ്ട്. പിന്നെ ചെയ്യുന്നത്, ഇവിടെ കുറച്ച് ആളുകൾ, പോയ ആളുകൾ, അതായത് വീടുകൾ നഷ്ടപ്പെട്ട, ഇല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ, അവരെ പുനരധിവസിപ്പിക്കണം. അതിനുശേഷം അവിടെ അപകടാവസ്ഥയിൽ ഇനി ഭാവിയിൽ അപകടം ഉണ്ടാകുമോ എന്നുള്ള ആ പ്രദേശത്തുള്ള ആളുകളെ പുനരധിവസിപ്പിക്കണ്ടേ? ഇത് ആദ്യമായിട്ടുള്ള ആ പ്രദേശത്ത് ഒരു ഉരുൾപൊട്ടലുണ്ടാകും. പുത്തുമല ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷം 2020 ഇതേ വെള്ളലിപ്പാറയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷം, മുണ്ടക്കൽ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്ത് അതിനെക്കുറിച്ച് കൃത്യമായി പഠനം നടത്തിയിരുന്നെങ്കിൽ ഈ 398 ആളുകളുടെ ജീവൻ പോകുമായിരുന്നു. കുറച്ചുപേരെങ്കിലും രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലേ? ഗവൺമെന്റിന്റെ ഉദാസീനതയും അലംഭാവവും തന്നെയാണ് ഇത്രയും ആളുകളെ കൊലക്കി കൊടുത്തത്. അതുപോലെ തന്നെ ഇവരെ പുനരധിവാസത്തിലും ഗവൺമെന്റ് ഈ കയ്യിൽ കിട്ടിയ പണം വേറെ ഏതോ രീതിയിൽ ചെലവഴിക്കാനുള്ള ഒരു തത്രപ്പാടിലോ, അല്ലെങ്കിൽ ഇലക്ഷന് മുന്നിൽ കണ്ടുകൊണ്ട് വലിയ കിറ്റ് കൊടുത്തുകൊണ്ട് വോട്ട് നേടാനുള്ള ഒരു ശ്രമത്തിലാണോ എന്നറിയില്ല. എന്തായാലും CMDRF നിന്ന് കാര്യമായിട്ട്
പുനരധിവാസ പാക്കേജിന് പണം ചിലവഴിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ധവളപത്രം ഇതിന്റെ പേരിൽ ഇറക്കണം. അതുമാത്രമല്ല, പുന്നപ്പുഴ നവീകരണം എന്ന പേരിൽ 187 കോടി രൂപയാണ് ആ പുഴയിലൂടെ ഒഴുകിക്കളയാൻ ഊരാളുങ്കൽ കോൺട്രാക്ട് സൊസൈറ്റിക്ക്, സർവീസ് സൊസൈറ്റിക്ക് കൊടുക്കുന്നത്. ഒരു ടെൻഡർ നടപടികളോ DPR തയ്യാറാക്കാതെ, ടെൻഡർ നടപടികൾ ഇല്ലാതെ ഒരു കമ്പനിക്ക്, അതായത് AKG സെന്ററിന്റെ മുമ്പിൽ ഒരു ഉണ്ടിപ്പെട്ടി വെച്ചതുപോലെയാണ്, ഒരു കുണ്ടിക സ്ഥാപിച്ചതുപോലെയാണ് എന്ന് പറയേണ്ടി വരും നമ്മുടെ ഈ ഊരാളുങ്കൽ കോൺട്രാക്ട് സർവീസ് സൊസൈറ്റി. അതുപോലെ ഒരു ടെൻഡർ നടപടികൾ പോലും ഇല്ലാതെ ഈ സർവീസ് സൊസൈറ്റിക്ക് കൊടുക്കണം, ULCCക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഇത് നീതീകരിക്കാനാവുന്നതാണോ? കാട്ടിലെ തടി തേവരുടെ ആന വലിയട വലി എന്ന് പറഞ്ഞതുപോലെ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഈ ആർജവമില്ലാത്ത ഒരു പ്രതിപക്ഷവുമാണ് കേരളത്തിലുള്ളത് എന്ന് പറയാൻ ഒരു മടിയുമില്ല എനിക്ക്. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു സിറ്റിംഗ് ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ മാത്രമാണ് ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് അതിന് ഉത്തരവിറക്കണം എന്നുള്ളൊരു അപേക്ഷ കൂടിയുണ്ട്. സിറ്റിംഗ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ, ഇല്ലെങ്കിൽ കോടതിയുടെ നിരീക്ഷണത്തിൽ മാത്രമാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ ഈ വെള്ളരിമല മേഖലയിൽ, മേപ്പാടി പഞ്ചായത്തിന്റെ വിവിധ മേഖലയിൽ ഈ ഉരുൾപൊട്ടലിനോടനുബന്ധിച്ച് നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് കോടതിയുടെ മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ ഒരുപാട് പൊതുജന ഫണ്ട്, പൊതു ഫണ്ടുകൾ എവിടേക്കെന്നില്ലാതെ മാഞ്ഞു മറഞ്ഞു പോകും. അത് ഞാനും നിങ്ങളും നികുതി കൊടുക്കുന്ന പണമാണ്. അതിന് കൃത്യമായിട്ട് പൊതുജനം ഇടപെടണം എന്നാണ് എനിക്ക് പ്രബുദ്ധ മലയാളികളോട് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.